മഴയിൽ തുടങ്ങിയ പ്രണയം. ദ ലവ് ദാറ്റ് ബിഗാൻ ഇൻ ദ റെയിൻ. കോവളം കടൽത്തീരത്തുള്ള ചെറിയ ഗ്രാമത്തിലാണ് ആദിത്യൻ താമസിച്ചിരുന്നത്. അവനൊരു സാധാരണ ഫോട്ടോഗ്രാഫറായിരുന്നു. പ്രകൃതിയുടെ സൗന്ദര്യം തന്റെ ക്യാമറയിൽ പകർത്തുന്നത് അവന്റെ വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ആകാശം മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു. കുറച്ചു സമയത്തിനകം ശക്തമായ മഴ തുടങ്ങി. ആളുകളെല്ലാവരും മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി. ആദിത്യനും ഒരു ചെറിയ ബസ് സ്റ്റോപ്പിന് കീഴിൽ നിന്നു. അപ്പോഴാണ് അവൻ അവളെ കണ്ടത്. നീല കുട പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി. മഴത്തുള്ളികൾ അവളുടെ മുടിയിൽ വീണ് തിളങ്ങുകയായിരുന്നു. അവളുടെ പേര് മേഘ. അവൾ അല്പം ചിരിച്ച് ആദിത്യനോട് പറഞ്ഞു, "മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നിൽക്കാൻ ഒരാളെങ്കിലും കൂടെയുണ്ടായാൽ നന്നല്ലേ?" ആ വാക്കുകൾ കേട്ട് ആദിത്യൻ ചിരിച്ചു. ആ ചെറിയ സംഭാഷണം അവർക്കിടയിൽ ഒരു പുതിയ സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അവർ പലപ്പോഴും ഒരുമിച്ച് കണ്ടുമുട്ടി. കടൽ തീരത്ത് നടക്കുകയും ചായ കുടിക്കുകയും ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഒരു ദിവസം മഴ വീണ്ടും തുടങ്ങി. അവർ രണ്ടുപേരും കടൽ തീരത്തു നിന്നു. മഴത്തുള്ളികൾ കടലിന്റെ തിരകളിൽ വീണ് ചിതറുകയായിരുന്നു. ആദിത്യൻ ധൈര്യം കൂട്ടു പറഞ്ഞു, "മേഘ, എന്റെ ജീവിതത്തിൽ പല മനോഹരമായ കാഴ്ചകൾ ഞാൻ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. പക്ഷേ എന്റെ ഹൃദയം പകർത്തിയ ഏറ്റവും മനോഹരമായ കാഴ്ച നീയാണ്." മേഘയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾ പതുക്കെ പറഞ്ഞു, "ആദിത്യ, ഞാൻ ഈ വാക്കുകൾ കേൾക്കാൻ ഏറെ നാളായി കാത്തിരുന്നു." മഴ ശക്തമായി പെയ്തുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചു നിന്നു, ഒരു കുടയുടെ കീഴിൽ. പക്ഷേ ആ കുടയേക്കാൾ വലിയ സംരക്ഷണം അവർക്കു നൽകിയത് അവരുടെ പ്രണയമായിരുന്നു. ആ ദിവസത്തിനു ശേഷം മഴ വന്നാൽ ഓരോ തവണയും അവർ ഒരുമിച്ച് ചിരിച്ചു. കാരണം അവരുടെ പ്രണയം തുടങ്ങിയത് ഒരു മഴവെള്ളത്തിന്റെ തുള്ളിയിൽ നിന്നായിരുന്നു. ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കഥകൾ ഒരു ചെറിയ മഴത്തുള്ളിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു ഫോൺ കോളിന്റെ കഥ. മഴ പെയ്യുന്നൊരു രാത്രി. തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ നിശബ്ദമായിരുന്നു. ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ ആദിത്യ ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുകയായിരുന്നു. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ദിവസവും ജോലി, കോഡ്, ഡെഡ്ലൈനുകൾ. ജീവിതത്തിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആരെങ്കിലും വിളിച്ച് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരാൾ മാത്രമില്ലായിരുന്നു. അന്ന് രാത്രി അവന്റെ ഫോൺ അപ്രതീക്ഷിതമായി മുഴങ്ങി. അപരിചിത നമ്പർ. "ഹലോ?" അവൻ ചോദിച്ചു. അവിടെ നിന്നൊരു പെൺകുട്ടിയുടെ ശബ്ദം. "സോറി, തെറ്റായ നമ്പറാണെന്ന് തോന്നുന്നു." അവൾ ഫോൺ വെക്കാൻ പോകുമ്പോൾ ആദിത്യ ചിരിച്ചു പറഞ്ഞു, "പ്രശ്നമില്ല, ഇന്നത്തെ ദിവസം ആദ്യമായി ആരെങ്കിലും എന്നോട് സംസാരിക്കുന്നു." അവിടെ ചെറിയൊരു നിശബ്ദം. പിന്നീട് അവൾ പറഞ്ഞു, "അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് സംസാരിക്കാം." അവളുടെ പേര് ലീന. അവൾ ഒരു നഴ്സ്, നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവൾ. ആ രാത്രിയിലെ ആ ചെറിയ ഫോൺ കോൾ അവരുടെ ജീവിതത്തിലെ വലിയ തുടക്കമായി. ദിവസങ്ങൾ കടന്നു. അവരോരോ രാത്രിയും സംസാരിക്കാൻ തുടങ്ങി. ലീന ആശുപത്രിയിലെ കഥകൾ പറയും. ആദിത്യ തന്റെ സ്വപ്നങ്ങൾ പറയും. പക്ഷെ അവരൊരിക്കലും നേരിൽ കണ്ടിട്ടില്ല. ഒരു ദിവസം ലീന ചോദിച്ചു, "നമ്മൾ ഒരിക്കൽ കണ്ടുമുട്ടിയാൽ നീ എന്തു പറയും?" ആദിത്യ ചിരിച്ചു. "ആ തെറ്റായ നമ്പറിന് നന്ദി പറയും." മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ലീനയുടെ കോൾ വന്നില്ല. 2 ദിവസം, 3 ദിവസം. ആദിത്യ ആശങ്കപ്പെട്ടു. അവൻ ആശുപത്രിയിലേക്ക് പോയി. അവിടെ അവൻ അറിഞ്ഞു, ലീന ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു. അവൾ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ. ആദിത്യ അവളുടെ റൂമിലേക്ക് പതുക്കെ നടന്നു. ലീന കണ്ണുകൾ തുറന്നു. "നീ?" അവൾ ആശ്ചര്യപ്പെട്ടു. ആദിത്യ ചിരിച്ചു. "ഈ പ്രാവശ്യം തെറ്റായ നമ്പറല്ല, ശരിയായ വിലാസം കണ്ടെത്തി." ലീനയുടെ കണ്ണുകളിൽ കണ്ണുനീർ. അവൾ ശാന്തമായി പറഞ്ഞു, "അപ്പോ നമുക്ക് ഇനി മുതൽ നേരിൽ സംസാരിക്കാം." ആ ദിവസം മുതൽ അവരുടെ ഫോൺ കോളുകൾ കുറച്ചു. കാരണം അവരൊരുമിച്ച് നടക്കാൻ തുടങ്ങി. ചില പ്രണയങ്ങൾ വലിയ പദ്ധതികളിൽ നിന്നല്ല ആരംഭിക്കുന്നത്. അവ ഒരു ചെറിയ തെറ്റായ ഫോൺ കോളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫോൺ. കൊച്ചിയിലെ ഒരു തിരക്കേറിയ മെട്രോ സ്റ്റേഷൻ. പ്രഭാത തിരക്ക്. ആളുകളുടെ ഓട്ടപ്പാച്ചിൽ. മഹാരാജാസ് കോളേജ് മെട്രോ സ്റ്റേഷനിൽ ഓരോ ദിവസവും
ഒരേ സമയത്തെത്തുന്ന 2 പേരുണ്ടായിരുന്നു. പക്ഷേ അവർക്കത് അറിയില്ലായിരുന്നു. അവൻ, ആദിൽ, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന, എല്ലായ്പ്പോഴും ഫോണിൽ മുഴുകി നിൽക്കുന്ന ഒരാൾ. ജീവിതം മുഴുവൻ നോട്ടിഫിക്കേഷനുകളും ഡെഡ്ലൈനുകളും. അവൾ, ശ്രേയ, ഒരു റേഡിയോ ജോക്കി, മറ്റുള്ളവരുടെ കഥകൾ കേട്ട് സംസാരിക്കുന്നവൾ, പക്ഷേ സ്വന്തം ഹൃദയം ആരോടും തുറക്കാത്തവൾ. ഒരു ദിവസം തിരക്കിനിടയിൽ ശ്രേയയുടെ ഫോൺ കൈവിട്ടു വീണു. ആദിൽ അതെടുത്തു നൽകി. താങ്ക്സ്, അവൾ പുഞ്ചിരിച്ചു. അവൻ തലകുനിച്ചു. സംഭാഷണം അവിടെ അവസാനിക്കാമായിരുന്നു. പക്ഷേ അന്നേ രാത്രി ആദിലിന് ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു. ഇന്ന് ഫോൺ എടുത്തു തന്നതിന് നന്ദി. അവൻ ആശ്ചര്യപ്പെട്ടു. റോങ് നമ്പർ? അവൻ മറുപടി നൽകി. അവിടെ നിന്ന് സംഭാഷണം തുടങ്ങി. തെറ്റായ നമ്പറല്ല. ഫോൺ സ്ക്രീനിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്പർ ഒരു ഡിജിറ്റ് തെറ്റി സേവ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഒരേ മെട്രോ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ശ്രേയ മെസ്സേജ് ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ അവർ നേരിൽ കണ്ടെങ്കിലും സംസാരിച്ചത് മെസ്സേജുകളിലൂടെ. പുലർച്ചെ, ഗുഡ് മോർണിംഗ് മെട്രോ പാർട്ട്ണർ. രാത്രി, റീച്ച്ഡ് ഹോം സേഫ്? ഒരു ദിവസം ശ്രേയ ചോദിച്ചു, നിനക്ക് പ്രണയം വിശ്വസിക്കുന്നുണ്ടോ? ആദിൽ കുറച്ചുനേരം ടൈപ്പിംഗ്, പിന്നെ എഴുതി. ഒരു മറന്നുപോലെ മെസ്സേജ് പോലും ശരിയായ ആളിലേക്ക് എത്തുമെങ്കിൽ പ്രണയം എന്തുകൊണ്ടില്ല? അവളുടെ ഹൃദയം പതഞ്ഞു. മഴയുള്ളൊരു വൈകുന്നേരം മെട്രോ സർവീസ് നിർത്തി. സ്റ്റേഷനിൽ അവർ 2 പേരും കുടുങ്ങി. ആദിൽ ആദ്യമായി പറഞ്ഞു, ഇനി മെസ്സേജിലൂടെയല്ല, നേരിൽ സംസാരിക്കാമോ? ശ്രേയ ചിരിച്ചു. ഞാൻ കാത്തിരുന്നതതിനാണ്. അവൾ അവനോട് പറഞ്ഞു, എനിക്കൊരു ഭയമുണ്ട്. ഞാനൊരിക്കൽ പ്രണയത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആദിൽ ശാന്തമായി മറുപടി നൽകി. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം സ്ലോവായി നടക്കാം, മെസ്സേജ് പോലെ, ഓരോ വാക്ക് വീതം. ദിവസങ്ങൾ മാസങ്ങളായി. ഒരു ദിവസം ശ്രേയയുടെ റേഡിയോ ഷോയിൽ ഒരു പ്രത്യേക സെഗ്മെന്റ്. വിഷയം ലൈഫ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെസ്സേജ്. ലൈവിൽ അവൾ പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മെസ്സേജ് ഒരു തെറ്റായ നമ്പറിൽ നിന്നാണ് ആരംഭിച്ചത്. അന്നേ സമയം സ്റ്റുഡിയോയ്ക്ക് പുറത്ത് ആദിൽ നിന്നിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവൾ പുറത്തേക്ക് വന്നു. ഇനി തെറ്റായ നമ്പർ വേണ്ട, അവൻ പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ ശരിയായ കോണ്ടാക്റ്റായി നിൽക്കാമോ? ശ്രേയയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ. ഈ പ്രാവശ്യം മെസ്സേജ് ഡിലീറ്റ് ചെയ്യില്ല, അവൾ ചിരിച്ചു. ചില പ്രണയങ്ങൾ വലിയ പ്രഖ്യാപനങ്ങളിലൂടെ അല്ല തുടങ്ങുന്നത്. അവ ഒരു ചെറിയ മറന്നുപോയ മെസ്സേജിലൂടെ മനസ്സിലേക്ക് എത്തും.